അതാണ് ട്രിപ്പിന്റെ ഹൈലൈറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇത് ഡെല്ലാവെയറിലെ ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ മനോഹരമായ സ്റ്റേ ഒക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചു പോവാണ്. അപ്പം ഇന്ന് അധികം പ്ലാനൊന്നുമില്ല. അപ്പം ഇവിടെ ഒരു ഡെല്ലാവെയറിൽ ഒരു സ്റ്റേറ്റ് പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതാണ് പ്ലാൻ. ഈ സ്റ്റേറ്റ് പാർക്കിൽ കുറേ കുഞ്ഞു കുഞ്ഞു ട്രെയിൽസും അതുപോലെ ഒരു അക്വേറിയം, പിന്നെ ലൈറ്റ് ഹൗസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ നമുക്ക് പറ്റുന്നത് കവർ ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോവുക, അതാണ് പ്ലാൻ. തിരിച്ചു പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കഴിക്കാനൊരാഗ്രഹം. നമ്മുടെ ബാക്കിയുള്ള ഫുഡൊക്കെ വെച്ച് കുറച്ച് ഇംഗ്ലീഷ് ഫുഡും കുറച്ച് ഇന്ത്യൻ ഫുഡൊക്കെ മിക്സ് ചെയ്ത് അങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് ഗ്രാൻഡ് ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞ് വേണം നമുക്ക് റെഡിയായി പോകാനായിട്ട്. അപ്പോൾ വരുന്നവർ ഇരുന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ചെക്കൗട്ട് ചെയ്യാനായിട്ട്. പോകുന്നതിന് മുന്നേ കുട്ടികളൊക്കെ വെച്ച് ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ എടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. അറിയാലോ, പിള്ളേരെ വെച്ച് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഒരാൾ ശരിയാവുമ്പോൾ അടുത്ത ആൾ കിട്ടില്ല, അതാണ് പ്രശ്നം. ഞങ്ങൾക്ക് ഇതിനു മുന്നേ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ എയർബിഎൻബിയിൽ ഇങ്ങനെ കുറേ സമയം റിലാക്സ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. അതിനിടയിൽ സൈറ്റ് സീയിങ്ങും ഒക്കെ ഉള്ള കാരണം. അപ്പോൾ ഇനിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന് ഞങ്ങൾ ഇതിലൂടെ ഒരുപാടും പഠിച്ചു. അടുത്ത ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ എയർബിഎൻബി വീടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഞങ്ങളിപ്പോൾ പോകുന്നത് കേപ്പ് ഹെൻലോപ്പൻ സ്റ്റേറ്റ് പാർക്കിലേക്കാണ് കേട്ടോ. ഇതൊരു വലിയ സ്റ്റേറ്റ് പാർക്കാണ്. 5000 ഏക്കറോളം ഉണ്ട് ഈ ഒരു സ്റ്റേറ്റ് പാർക്ക്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ട്രെയിൽസ് ഉണ്ട് ഇവിടെ. അതുപോലെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് ഇവിടെ കാണാനായിട്ട്. നമുക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് സീസൈഡ് നാച്ചോ സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു അക്വേറിയം ഉണ്ട്, പിന്നെ ചെറിയൊരു ട്രെയിൽസും ഉണ്ട് എന്നാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ആദ്യം അത് കവർ ചെയ്ത് പിന്നെ ടൈം ഉണ്ടെങ്കിൽ ബാക്കി സ്ഥലങ്ങൾ കൂടി കവർ ചെയ്യാം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഇതിനുള്ളിലാണ് ചെറിയൊരു അക്വേറിയം പോലെയുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടേക്കാണ് പോകുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇതുപോലൊരു ടച്ച് ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഫിഷിനെയൊക്കെ തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവിടെ എങ്ങനെയാണ് ടച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അവർ നിന്ന് വരുന്നുണ്ട്. എവിടെ? അവിടെയാ? ഓക്കെ ഓക്കെ.
ഈസ്റ്റേൺ ബോക്സ് ഹോട്ടൽ. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിർത്തോട്ടെ. നോക്കണ്ട് ആരാണത്? മതി കേട്ടോ, അതിനെ പേടിപ്പിക്കല്ലേ. അനങ്ങാണ്ടിരിക്കണുണ്ടോ? ചത്ത പോലെ കിടക്ക. ഞാൻ പോയി ഫുഡ് കഴിച്ചോളൂ. ഞങ്ങളെ കാണുമ്പോൾ അത് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ അനങ്ങാതിരിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചിങ്ങനെ നീങ്ങുന്നു, അത് ഫുഡ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവിടെ തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ സീ റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ മാഗ്നറ്റും ചെറിയ ഷെല്ലുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. Pota Dhruv, keep in straight line. Right. ഇവിടെ പാർക്കിൽ തന്നെ സൈക്കിള് റെന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സൈക്കിള് റെന്റ് എടുത്ത് പാർക്കിലൂടെ ഇങ്ങനെ കറങ്ങാം. അത് ഫ്രീ ആയിരുന്നു. അത് കാരണം ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് പേരൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഒരു പൂതിക്ക് ഞാനും എടുത്തു. ഞാൻ സൈക്കിള് ചവിട്ടിയിട്ടൊക്കെ കുറേ കാലമായി. സ്കൂൾ ടൈമിൽ ചവിട്ടിയതാണ്. അപ്പൊ അത് കാരണം തന്നെ കുറച്ച് പേടിയായിരുന്നു. ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് വിചാരിച്ചെടുത്തതാണ്. നല്ല രസമൊക്കെ ആയിരുന്നു. എനിക്ക് ട്രിപ്പിൽ കൂടുതൽ ഇഷ്ടമായത് ആ ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിട്ടോ. നിങ്ങളുടെ എല്ലാ കോപ്രായങ്ങളും വീടുകൾ വരുന്നുണ്ട്. എങ്ങനെയൊക്കെ എത്രത്തോളം ഓടിക്കാരാന്ന് ഇപ്പൊ മനസ്സിലാവും. ഇത്തിരി പോകുന്ന പയ്യൻ നിന്നെ ഇതാക്കണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നീ എവിടേക്കും തിരിയണം, നീ നേരെ നോക്കി ഓടിക്കും. അവള് ചവിട്ടണോ ഇല്ലയോ സൈക്കിൾ? അവള് ചവിട്ടിടും. പിന്നെ ഈ സൈക്കിളിന്റെ ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് അല്ല കേട്ടോ. പെഡല് നമ്മൾ റിവേഴ്സ് ചവിട്ടുമ്പോഴാണ് ബ്രേക്ക് പിടിക്കാൻ പറ്റുക. അത് പക്ഷെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കുന്ന പോലെ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയില്ല. സ്ലോപ്പ് ഒക്കെ വരുമ്പോൾ കുറച്ച് പ്രയാസമായിരുന്നു. അങ്ങനെ ഒരു സ്ലോപ്പിലാണ് എനിക്ക് പണി കിട്ടിയത്. സൈക്കിൾ ഓടിക്കാൻ വേണ്ടി തന്നെ ഒരു റൂട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ടാറിട്ട റോഡ് പോലെ തന്നെയാണ്, പക്ഷെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അത് ചെറിയ ചെറിയ സ്ലോപ്പ് ഒക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് വന്നത് ഒരു വലിയ സ്ലോപ്പായിരുന്നു. അപ്പൊ ആ ഒരു സ്ലോപ്പിൽ നമ്മൾ സൈക്കിൾ ചവിട്ടാതെ ബ്രേക്ക് ചവിട്ടിയിട്ടാണ് ഓടിച്ചിരുന്നത്. പക്ഷെ എന്നിട്ടും കൺട്രോൾ കിട്ടാത്ത പോലെ എനിക്ക് തോന്നി. നമ്മൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കുന്ന പോലെ അങ്ങനെ കിട്ടില്ലായിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് ഒട്ടും കൺട്രോൾ ഇല്ലാണ്ട് കൂടെ ഉള്ള ഒരു ഫ്രണ്ടിന്റെ സൈക്കിളിൽ ഇടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചാടി ഞാൻ താഴെ വീണു. അപ്പോ കുറച്ച് ഇതായിട്ടാണ് വീണത്. ആ വീഴ്ചയിൽ മുട്ട് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി. നല്ല രീതിയിൽ ആ മുട്ടിന്റെ അവിടുത്തെ തൊലിയൊക്കെ പോയായിരുന്നു. പിന്നെ ബോഡിയും കഴുത്തിന്റെ ഭാഗത്തൊക്കെ എവിടെയോ ഒന്ന് ഇടിച്ചായിരുന്നു. ഭാഗ്യത്തിന് തല എവിടെ ഇടിച്ചില്ല. ആ ഒരു സമയത്ത് എനിക്ക് വേദനയേക്കാൾ കൂടുതൽ തരിപ്പായിരുന്നു. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് പോലെ ആയിരുന്നു. നമ്മൾ കുറേ കാലം കഴിഞ്ഞ് സൈക്കിൾ ഓടിച്ച് താഴെ വീഴ അങ്ങനെയൊക്കെ. അപ്പോൾ ചിരി എനിക്ക് വരുന്നുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വേദന ശരിക്കും വന്നു തുടങ്ങിയത്. നല്ലതായിരുന്നു. എനിക്ക് സ്ലോപ്പ് എന്താ പറയാ, നടന്നാ മതിയായിരുന്നു സൈക്കിൾ ഓടിച്ചിട്ട്. അത്ര പ്രശ്നമില്ലായിരുന്നു. എനിക്ക് അങ്ങനെ നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവസാനം ഏട്ടൻ കാർ എടുത്ത് വന്നിട്ട് എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് സൈക്കിളും കാറിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയോ വെച്ചിട്ട് കൊണ്ടുപോവാണ് ചെയ്തത്. അഡ്വഞ്ചർ ആയിരുന്നു. അയ്യോ അയ്യ കുട്ടാ, എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചേ? നന്നായിട്ടുണ്ട്.
അതാണ് ട്രിപ്പിന്റെ ഹൈലൈറ്റ്. അതാണോ ട്രിപ്പിന്റെ കാര്യം പറയാൻ പറയുമ്പോ കുറേ കാലം കഴിഞ്ഞിട്ട് സൈക്കിൾ ഓടിച്ചതാ. എൻഡ് ഓഫ് ദ ഡേ പിസ്സ കഴിച്ചിട്ട് നമ്മൾ പോവാണ്. അതെ, അങ്ങനെ 3 ദിവസത്തെ അങ്ങനെ നമ്മൾ 3 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ എല്ലാം നല്ലതായിരുന്നു. അവസാനമായപ്പോൾ ഒരു പണി കിട്ടി. പക്ഷെ കുഴപ്പമില്ല, എല്ലാവരും കുറേ നാളെ കൂടി ഇങ്ങനെ ഒരുമിച്ചൊക്കെ, അങ്ങനെ അല്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഒരുമിച്ച് നിന്ന് ഒരു ട്രിപ്പ് പോകുന്നത് എല്ലാവരും കൂടിയിട്ട്. നല്ല രസമായിരുന്നു. 3 ദിവസമില്ല, 2 നൈറ്റ് 3 ഡേ അങ്ങനെ എല്ലാവരും ഇതായി. ഇനി വീട്ടിൽ പോവന്നെ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഇപ്പോഴും ലേറ്റായി. ഇവിടെ നിന്ന് 4 hours ഡ്രൈവ് ഉണ്ട്. അപ്പം തിരിച്ചു പോവാണ്. 4 മണിക്കൂർ ഇരുന്ന് വീട്ടിലെത്തുമ്പോഴേക്കും കാലൊക്കെ നീര് വെച്ച് ഒരു വിധമായി. നടക്കാൻ ഭയങ്കര പാടായിരുന്നു, കൂട്ടത്തിലെ ബോഡി പെയിനും. അവസാനം ഇവിടെ ഹോസ്പിറ്റലിൽ അർജന്റ് കെയർ പോകേണ്ടി വന്നു. ഫ്രാക്ചർ ഉണ്ടോയെന്നായിരുന്നു ടെൻഷൻ, പക്ഷെ ഭാഗ്യത്തിന് ഫ്രാക്ചർ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ആ ഒരു മുട്ടിൻ്റെ അവിടെ ആയ കാരണം അത് ക്ലിയർ ആവാൻ കുറച്ച് ടൈം എടുക്കും. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോഴും അത് ഫുള്ള് ക്ലിയർ ആയിട്ടില്ല. ആ ഒരു തൊലി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും അവിടെ തൊടുമ്പോൾ ചെറിയ വേദനയൊക്കെ ഉണ്ട്. എന്തായാലും ഇത് മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായി മാറി. ഓർത്തിരിക്കാൻ രസകരമായിട്ടുള്ള ഒരു അനുഭവം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.